ഹമാസ് സംഘർഷമേറെ കലുഷിതമായി തുടരുന്നു. തടവിലാക്കപ്പെട്ട ബന്ദികളെ ഉടൻ മോചിപ്പിച്ചില്ല എങ്കിൽ ഗാസയിലെ ആക്രമണം തുടരുമെന്നും അതിനു പിന്നെ ഒരു ഇടവേള ഉണ്ടാകില്ല എന്നും ഇസ്രയേൽ. ബന്ദികളെ വിട്ടയക്കാൻ ഹമാസുമായി മധ്യസ്ഥ രാജ്യങ്ങൾ ചർച്ചയ്ക്ക് കളം ഒരുക്കവെയാണ് ഇസ്രയേൽ കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ എയാൽ സമീറിന്റെ ഈ പ്രസ്താവന. ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള ധാരണയിലെത്താൻ കഴിയുമോ എന്ന് വരുന്ന ദിവസങ്ങളിൽ അറിയാം. ഇല്ല എങ്കിൽ പോരാട്ടം വിശ്രമമില്ലാതെ തുടരും. ഗാസയ്ക്കുള്ളിലെ അധികാരികളുമായി സംസാരിക്കവേ അദ്ദേഹം ഇത് അറിയിച്ചു. ഇതിനു പിന്നാലെ ഗാസയിലെ കമാൻഡ് സെന്ററിൽ വെച്ച് സമീർ ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു. സൈന്യത്തിന്റെ കണക്കനുസരിച്ച് ഹമാസിന്റെ 2023 ഒക്ടോബർ 7 ആക്രമണത്തിനിടെ ഇസ്രയേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ 251 പേരിൽ 49 പേർ ഇപ്പോഴും ഗാസയിലുണ്ട്. അവരിൽ 27 പേർ മരിച്ചതായാണ് കരുതുന്നത്. ബന്ദികൾ 2 പേരുടെ വീഡിയോകൾ ഈ ആഴ്ച ഹമാസ് പുറത്തുവിട്ടിരുന്നു. അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നിവരുടെ മധ്യസ്ഥതയിൽ നടന്ന വെടിനിർത്തലും ബന്ദികളുടെ മോചനവും ഉറപ്പാക്കാനുള്ള ചർച്ചകൾ കഴിഞ്ഞ മാസം പരാജയപ്പെട്ടതിനെ തുടർന്ന് കൂടുതൽ ശക്തമായ സൈനിക നടപടിക്ക് ഇസ്രയേലിൽ സമ്മർദ്ദം കൂടിവരികയാണ്. മനഃപൂർവ്വം പട്ടിണിക്കിട്ടു എന്ന നിലവിലെ വ്യാജ പ്രചാരണം ധാർമ്മികതയുള്ള സൈന്യമായ IDF-ന് എതിരെ യുദ്ധക്കുറ്റം ആരോപിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ്. ഗാസ നിവാസികളുടെ കൊലപാതകത്തിനും ദുരിതത്തിനും ഉത്തരവാദി ഹമാസ് ആണെന്ന് ഇയാൽ സമീർ ആരോപിച്ചു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഹമാസിന്റെ 2023 ആക്രമണത്തിൽ 1219 പേരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിലേക്ക് കരസേനയെ അയച്ചതിനു ശേഷം ആകെ 898 ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടതായും സൈന്യം അറിയിച്ചിട്ടുണ്ട്. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ 60,332 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. അതേസമയം കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 30 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. 2 ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ 13 പേരും കൊല്ലപ്പെട്ടു. ദേർ ബൽഹയിലും സവൈദയിലും ബോംബാക്രമണങ്ങളിൽ 2 കുടുംബങ്ങളിലെ 6 കുട്ടികളടക്കം 10 പേരാണ് കൊല്ലപ്പെട്ടത്. US കരാറുകാരായ GHFന്റെ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ മെയ് 27-നും ജൂലൈ 31-നുമിടയിൽ 859 പലസ്തീൻകാരാണ് വെടിയേറ്റു മരിച്ചത്. 1000-ഓളം പേർക്ക് പരിക്കുമേറ്റു. പട്ടിണി മൂലം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കുട്ടികളടക്കം 7 പേരാണ് മരിച്ചത്. ഇതോടെ പട്ടിണി മരണം 169ആയി. ഇതിൽ 93 പേർ കുട്ടികളാണ്. ഉപരോധത്തിൽ ഇളവ് വരുത്തിയതോടെ ഗാസയിലേക്ക് സഹായവുമായി കൂടുതൽ ട്രക്കുകൾ പ്രതിദിനം എത്തുന്നുണ്ട്. വിമാനങ്ങളിൽ നിന്നും ഭക്ഷണപ്പൊതികൾ ഇട്ടുകൊടുക്കുന്ന ജോർദാൻ സംരംഭത്തിന് പിന്തുണയുമായി കൂടുതൽ രാജ്യങ്ങളും എത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് ചെലവേറിയതും അപര്യാപ്തവുമാണ് എന്ന് വിവിധ സന്നദ്ധ സംഘടനകളും ചൂണ്ടിക്കാട്ടി. ഗാസയിലേക്ക് സഹായ വണ്ടികൾ തടസ്സമില്ലാതെ കയറ്റിവിടാനുള്ള നടപടികളാണ് ഉടൻ വേണ്ടതെന്ന് യുഎന്നിന്റെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി ചൂണ്ടിക്കാട്ടി. ഭക്ഷണ കേന്ദ്രങ്ങളിൽ പരിമിത തോതിലാണ് വിതരണം. കിലോമീറ്ററുകൾ നടന്ന പുലരും മുൻപേ എത്തി കാത്തുനിന്നാലും അധികം പേർക്കും ഭക്ഷണം കിട്ടാറില്ല. ഇസ്രയേൽ സൈന്യം നടത്തുന്ന 4 കേന്ദ്രങ്ങളിലാകട്ടെ ജനക്കൂട്ടത്തിനു നേരെ വെടിവെപ്പുകളും തുടരുകയാണ്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ടെല്ലവീവിൽ പ്രകടനങ്ങൾ നടത്തി. ജീവനോടെ ശേഷിക്കുന്ന ബന്ദികളിൽ ഒരാളുടെ വീഡിയോ കഴിഞ്ഞ ദിവസം ഹമാസ് പുറത്തുവിട്ടിരുന്നു. 20 ബന്ദികൾ ജീവനോടെയുണ്ട് എന്നാണ് ഇസ്രയേൽ കണക്ക്. കൂടാതെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാനും ദ്വിരാഷ്ട്ര പരിഹാരത്തിലൂടെ സമാധാനം ഉറപ്പിലാക്കാനും അടിയന്തര അന്താരാഷ്ട്ര നടപടി സ്വീകരിക്കണമെന്ന് UAE ആവശ്യപ്പെട്ടു. അടിയന്തര വെടിനിർത്തൽ, ബന്ദിമോചനം, സമാധാന സാഹചര്യം സൃഷ്ടിക്കൽ എന്നിവയ്ക്ക് അന്താരാഷ്ട്ര സമ്മർദ്ദം വേണമെന്നും ഐക്യരാഷ്ട്ര സംഘടനയുടെ ഉന്നതതല സമ്മേളനത്തിൽ UAE ആഹ്വാനം ചെയ്തു. കൂടാതെ ഗാസയിൽ UAE ജോർദാനുമായി സഹകരിച്ചുകൊണ്ട് മാനുഷിക സഹായങ്ങളും നൽകി. ഗാസയിലുടനീളം ആവശ്യമുള്ളവർക്ക് സഹായം എത്തുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ പ്രാദേശിക അന്തർദേശീയ പങ്കാളികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും UAE വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.